നമ്മളിപ്പോൾ ജോലി ചെയ്തിട്ട് 1,00,000 രൂപ സേവ് ചെയ്ത് വെക്കുന്നു. നിങ്ങളുടെ പണമാണ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. 1,00,000 രൂപ നിങ്ങൾ മാറ്റി വെക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും എനിക്ക് 7,000 രൂപ തരണം എന്ന് പറഞ്ഞാൽ കേൾക്കൂ. അതായത് നിങ്ങളുടെ പണം, ഞാൻ തന്നല്ല, നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ നിങ്ങളുടെ പണം നിങ്ങൾ മാറ്റി വെക്കുന്നു. അടുത്ത വർഷമാകുമ്പോൾ എനിക്ക് 7,000 രൂപ തരണം. നിങ്ങൾ തയ്യാറാവോ? ഇല്ല. എന്തുകൊണ്ടാ? നിങ്ങളുടെ പണമാണ്, ഞാൻ തന്നല്ല, എനിക്ക് തരേണ്ട ആവശ്യമില്ല. എന്തിനാ തരുന്നല്ലേ? പക്ഷെ അത് ഇൻഫ്ലേഷന് കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് പണത്തിന്റെ മൂല്യം ഏതാണ്ട് 6-7% കുറയാണ്. അത് സേവ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അതിന് 93,000 പവറേ ഉള്ളൂ, പർച്ചേസിങ് പവറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെച്ച് 10 വർഷം കഴിയുന്ന സമയത്ത് 10-1 മൂല്യമുള്ളൂ. അപ്പൊ ഈ പൈസേനെയൊക്കെ ഇപ്പൊ ഗോൾഡ് ആയിട്ട് സേവ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യുന്നതിലോ? ഇത് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ അത് ഗോൾഡ് ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺ നൽകിയതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇൻഫ്ലേഷനോട് ചേർന്ന് പോകുന്ന റിട്ടേൺ, ഒരു FD ലൈക്ക് റിട്ടേൺ ഒക്കെയാണ് ഗോൾഡിന് നൽകാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ പണം എവിടെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്ത പണമൊക്കെ നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഏറ്റവും ടോപ്പ് പിരമിഡിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റി വെക്കണം. അതായത് സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ ആയിട്ടാണ് ശരിക്കും മാറ്റി വെക്കണം എന്ന് ഐഡിയലി പറയുക. കാരണം അതിന് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിട്ടേൺ തരും. ഇപ്പോൾ നിഫ്റ്റി 50-ൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 15-20 വർഷത്തെ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ 12-14% ആവറേജ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അത് കോമ്പൗണ്ടിങ് ആണ്. ഈ 1,00,000 രൂപ 1,12,000 ആവുന്നു. ആ 1,12,000-ൻ്റെ 12% പിന്നീട് കൂടുന്നത്. ഇത് റെഗുലറായിട്ട് നടക്കണമെന്നില്ല. ചിലപ്പോൾ 35% ഇടിയാം, അടുത്ത വർഷങ്ങളിൽ 120% കൂടാം, ഇത് സംഭവിക്കാം. പക്ഷേ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പണം മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഭാവിയിൽ നമുക്കൊരു പണം ഉണ്ടാവുക. ഈ പണ്ട് തൊട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും ഒരു ഡ്രീമിൽ പെട്ടൊരു കാര്യമാണ് വീട് വെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അവർ അധ്വാനിക്കുന്നത് തന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ കാലത്തിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇപ്പം അധ്വാനിച്ചാൽ പോലും വീട് വെക്കേണ്ട, വാടകയ്ക്ക് താമസിക്കുന്നതാണ് ബെറ്റർ, എന്നിട്ട് ബാക്കി പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിലെന്താണ് ആക്ച്വലി ഇനിയുള്ള ജനറേഷൻ ഇങ്ങനെ വീട് വെക്കാതെ വാടകയ്ക്ക് താമസിക്കുക, ബാക്കി പൈസ സേവ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളിലേക്കാണോ? അത് ലയബിലിറ്റീസ് ഉണ്ടാക്കരുതെന്ന് പറയാറുണ്ട് സാമ്പത്തിക രംഗത്ത്. ലയബിലിറ്റീസ് മോശമാണ്, അസറ്റാണ് നല്ലത്. അപ്പോൾ ഈ വീടിനെ ലയബിലിറ്റീസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റോബർട്ട് കയോസാക്കി ഒക്കെ സംസാരിച്ചിട്ടുള്ളത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് ആണെങ്കിലും, റിച്ച് ഡാഡ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ പുസ്തകമാണെങ്കിലും ഒക്കെ ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നമ്മൾ അവരുടെ മെൻറ്റാലിറ്റിയിൽ മലയാളത്തിൽ വായിച്ച് മലയാളം മാർക്കറ്റിൽ പറഞ്ഞാൽ വരുന്നൊരു പ്രശ്നമുണ്ട്. അത് മലയാളികൾക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പുറത്തൊന്നും ഒരു വീട് ഉണ്ടാവണം എന്നുള്ളത് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഘടകമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട് വെച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ അത് അവൻ സക്സസ്ഫുൾ ആണ് എന്ന് സമൂഹം വിലയിരുത്തുന്ന ഒരു ഫാക്ടറാണ്. അവന് പെണ്ണ് കിട്ടണമെങ്കിൽ വീട് വേണം. വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴുള്ള രീതിയിൽ പെണ്ണ് കണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല.